സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേർത്ത്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈം നിങ്ങൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിരിക്കും. ദാറ്റ് ഈസ് മൈ ഓഫർ. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എ ടു സെഡ് കാരണം ഞാൻ പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും. അതിനോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് വിന്നിംഗ് പ്രൊഡക്റ്റും ആയിരിക്കും. സോ ഡോണ്ട് സ്കിപ്പ് ദി വീഡിയോ. ആൻഡ് വേറൊരു കാര്യമുണ്ട്, ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്താ പറയുക, റെക്കോർഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഒരുപാട് ഡാറ്റാ സെറ്റ് എനിക്ക് തരാനുണ്ട്. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, സോ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗാനിക് മെത്തേഡ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ത്യൻ മെത്തേഡിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഞാൻ മെറ്റാഡ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. 1.5 years ഞാൻ അതിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്താ പറയുക ഇൻ്റർനാഷണലി സ്വിച്ച് ചെയ്തതാണ്. സോ ഐ നോ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിലൊക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാനുള്ളത്. ആൻഡ് ബിലീവ് മീ, ഞാൻ എടുത്ത പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് വിന്നിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത പ്രൊഡക്റ്റ് പുഷ് ബോർഡ് ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഷ് ബോർഡ്, പല ആംഗിളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് പുഷ് ബോർഡ് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. ഐ തിങ്ക് 6 മോഡ് 12 മോഡൊക്കെ വരുന്ന സംഭവമല്ലേ ആ ഒരു പുഷ് ബോർഡ്. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. അത് മീഷോ വെച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും അറിയില്ല, ഡ്രോപ്ഷിനെ പറ്റി അങ്ങനെ അറിയില്ല. ഞാൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് എനിക്ക് അറിയുന്ന കാര്യം വെച്ചിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്, എനിക്ക് മെറ്റാഡ്സ് എന്താണെന്ന് കാര്യമൊന്നും അറിയില്ല. ജസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ രീതിയിലൊക്കെ പല വീഡിയോസും യൂട്യൂബിൽ കണ്ട് ആ രീതിയിലൊക്കെ ഇൻസ്പയർ ആയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ആൻഡ് ഐ നോ ആ ഒരു സമയത്ത് എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു സമയത്താണ് എനിക്കിങ്ങനെ സെയിൽസ് ഒക്കെ വരുന്നത്. ഇതേപോലെ അത്ര സെയിൽസ് ഒന്നുമില്ല, ഐ തിങ്ക് ഒരു 4, 5, 6 അത്ര സെയിൽസ് ഉണ്ടാക്കിയുള്ളൂ. അതായത് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. സോ ഐ എം വെരി പ്രൗഡ് ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്ക് സെയിൽസ് കിട്ടുന്നു. ആൾക്കാരൊക്കെ ആ ഒരു സമയത്ത് ഇതേപോലെ ഫാമിലി കണ്ടാവല്ലോ, ഓരോരുത്തങ്ങനെ ചോദിക്കുന്നു നീ ഇപ്പം എന്താ ചെയ്യുന്നതൊക്കെ. ആ ഒരു സമയത്ത് നമ്മൾ അറിയാം ഫ്യൂച്ചർ ഇനിയിപ്പം എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി, നമുക്കത് വർക്കായി. സോ നല്ല പ്രൗഡായിരുന്നു ആ ഒരു സമയത്ത്. എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് പുഷ് ബോർഡായിരുന്നു. സോ അത് വർക്കായി. ബട്ട് അതെനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക മെറ്റാഡ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇനി മെറ്റാഡ്സിനെ പറ്റി എന്തെങ്കിലും അറിയെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലായിരുന്നു സ്കെയിൽ ചെയ്യാൻ. ഞാൻ ആകെ 500 രൂപ 1000 രൂപ അതിൻ്റെ അണ്ടറിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കണക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് വിന്നിംഗ് പ്രോഡക്റ്റ് കിട്ടി. സോ അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിൽ ട്രൈ ചെയ്ത പ്രൊഡക്ട്സൊക്കെ ഞാൻ വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം, അതായത് നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ട്സ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇതിന് പ്രത്യേക ഒരു ഫണലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫണലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. ആൻഡ് നമുക്കിപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റ് റിസർച്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിലും അപ്ലൈ ചെയ്യാം, ഇൻ്റർനാഷണലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കംപ്ലീറ്റ്ലി വരുന്ന ആ ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർനാഷണലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം, ബട്ട് ഇൻ്റർനാഷണൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ടാവും. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫണൽ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ടൈം നിങ്ങൾ എന്താ പറയുക പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. നിങ്ങളൊരു 5 പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫ്രീ ആണ്. ഐ ഡോണ്ട് നോ, ഞാൻ തന്നെ ഈ ഒരു ഡാറ്റാ സെറ്റ് നിങ്ങൾക്ക് എന്തിനാണ് ഫ്രീ ആയിട്ട് തരുന്ന അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ, ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഓക്കെ, പിന്നെ ഈ ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക ഡേയ്സ് പിടിച്ചേക്കാം. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡേയ്സ് 1, 2, 3, 4 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് പിടിച്ചേക്കാം. ബട്ട് ഞാൻ പറഞ്ഞല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈം നിങ്ങൾക്ക് വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കും. അതാണ് ഗ്യാരണ്ടി. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്താ പറയുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് റിസർച്ചിൽ അധികം കോംപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട. അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ പറയുക വാവ് ഫാക്ടർ, മറ്റേ പ്രോബ്ലം സോൾവ് ചെയ്യുക. നിങ്ങൾ അതൊക്കെ മറന്നേക്ക് ഞാൻ കംപ്ലീറ്റ്ലി വേറെ ടൈപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ ശ്രദ്ധിച്ച് കാണാം, ഞാൻ ഒരു ഫണൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫണലിലായിരിക്കും നമുക്ക് കണ്ടല്ലോ 1, 2, 3, 4, 5 സോ 7, 8 മെത്തേഡ് ഇതിൽ ഞാൻ അതായത് ഫണൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ 1 by 1 ആയിട്ട് കവർ ചെയ്യും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ അതാണ്. സോ ഇവിടെ ടൂൾ ആൻഡ് സ്ട്രാറ്റജി ആണ് നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് വരുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ടൂൾ ആൻഡ് സ്ട്രാറ്റജി 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെറ്റാ ആഡ്സ് ആണ് വരുന്നത്. സോ ഈ മെറ്റാ ആഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ നോർമലി കാണുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആബ്സൊല്യൂട്ട്ലി ബിഗിനേഴ്സ് ആയ ടീം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അത്യാവശ്യം മെറ്റാഡ്സിനെ പറ്റി അറിയുന്ന ടീം ഉണ്ടാവും. സോ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഞാൻ ബിഗിനേഴ്സിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നത് വെച്ചാൽ മെറ്റാഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. സോ അതിന് മുമ്പേ നിങ്ങളത് ചെയ്യേണ്ട അറിയോ, ഈ മെറ്റാഡ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു ക്രോം ടാബ് ഇല്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു പുതിയൊരു ടാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാണ്, അതായത് പുതിയൊരു ക്രോം ടാബ്. സോ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ
നിങ്ങളുടെ ക്രോം അല്ലെ സഫാരി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. ഞാൻ ഇതിൽ എൻ്റെ ഫേസ്ബുക്ക് ഏതോ ഒരു ഫേസ്ബുക്ക് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കുക, അത് നിങ്ങൾ ഫ്യൂച്ചറിൽ ആവശ്യം വരും. എന്നിട്ട് നിങ്ങൾ ഈ മെറ്റാ ആഡ്സ് ലൈബ്രറിയിലേക്ക് വരിക. മെറ്റാ ആഡ്സ് ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യണം കേട്ടോ. സോ മെറ്റാ ആഡ്സ് ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യാം. സോ ഇവിടുത്തെ ഫസ്റ്റ് ഇത് കണ്ടോ ലൈബ്രറി, നിങ്ങൾ അതിലെടുക്കുക ആൻഡ് ഫസ്റ്റ് ഇത് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ടാബിലേക്കാണ് വരിക. ഇവിടെ നിന്നാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന യൂസേഴ്സ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓളും കൊടുക്കട്ടോ. അത് നിങ്ങൾക്ക് ഇൻ്റർനാഷണലിലേക്കാണ് പ്രത്യേകം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൾ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇന്ത്യയാണ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത്. സോ ഇന്ത്യയിൽ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ആഡ് കാറ്റഗറി എന്നുള്ളത് ഞാനിവിടെ ഓൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഒരുപാട് കീവേഡ്സ് ഉണ്ടാവും. കീവേഡ്സ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ട് ഷോപ്പിനാവും, ഓർഡറിനാവും, ഗെറ്റ്, ഡിസ്കൗണ്ട്, ഓഫർ, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കീവേഡ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരാൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്ന സമയത്ത് അതിൽ ഓരോരോ കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള കീവേഡ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഓർഡറിനാവും, ബേനാവും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഷോപ്പിനുള്ള ഇത് കൊടുക്കുന്നത്. ഇതിന് മുമ്പ് എന്തോ ഞാൻ സെർച്ച് ചെയ്യാം കേട്ടോ. ഷോപ്പിനാവും ഞാൻ അവിടെ കൊടുക്കുന്ന കീവേഡ്. ഓക്കെ, ഈ ഷോപ്പിന് ഞാൻ കൊടുക്കുന്നു ആൻഡ് ഇവിടെ എൻ്റർ അടിക്കുന്നു. സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഷോപ്പിനോ എന്നുള്ള കീവേഡ് കേട്ടോ, ഇത് അവിടെ കണ്ടോ 50,000 മുകളിൽ റിസൾട്ട് എനിക്കിപ്പം ഇവിടെ ഷോ ആയിട്ടുണ്ട്. താഴോട്ടേക്ക് സ്ക്രോൾ കഴിഞ്ഞാൽ 50,000 മുകളിൽ റിസൾട്ട് ഉണ്ട്. സോ ഇതൊക്കെ എനിക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, കാരണം 50,000 റിസൾട്ട് ഉണ്ടല്ലോ. ഇനി ഷോപ്പിനോ എന്നുള്ള ഈ ഒരു കീവേഡ് നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ഇതാണ് ഒരു ആഡ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിനുള്ള സംഭവം ഉണ്ടാവും. അതായിരിക്കും എന്താ പറയുക, നമുക്കിത് വരാനുള്ള ചാൻസ്. അതായത് ഈ ഷോപ്പിനുള്ള കീവേഡ് ആളെ ഒന്നെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിലെ ടെക്സ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കീവേഡ് അടിക്കുമ്പം ആളെ അഡ്വർടൈസ്മെൻറ്റ്, അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഷോ ആവുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കീവേഡ് ട്രൈ ചെയ്യുക. അത് നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾ ഓരോ കീവേഡൊക്കെ ഡിഫറൻറ്റ് കീവേഡൊക്കെ ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് നീച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കീവേഡ് നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ കീവേഡ് അടിച്ചിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്. ഈ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല അങ്ങനെ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനാണ് നിങ്ങളിവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഈ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഫിൽറ്റേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് കാണാം, ഓരോന്ന് മോഡിഫൈ ചെയ്യാനുള്ള. ഈ 1 by 1 ഞാൻ പറഞ്ഞുതരാം. ലാംഗ്വേജ് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചോ, പ്രത്യേകം ലാംഗ്വേജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്വർടൈസും നിങ്ങൾ നോക്കണ്ട, അതും അവിടെ കട്ടെ. പ്ലാറ്റ്ഫോം നിങ്ങളിപ്പം ഒന്നും ചെയ്യേണ്ട, കാരണം നിങ്ങൾ പ്രൊഡക്റ്റ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഓൾ പ്ലാറ്റ്ഫോമിനെ കൊടുക്കുക, അതും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. പിന്നെ മീഡിയ ടൈപ്പ്, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മീഡിയ ടൈപ്പ് നിങ്ങൾക്ക് എന്താ പറയുക, ഓൾ ടൈപ്പ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ടൈപ്പും കൊടുക്കട്ടോ. ബിക്കോസ് ചില ഹെൽത്ത് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവില്ല, ഹെൽത്ത് പ്രൊഡക്റ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ടീഷർട്ട് ബ്രാൻഡ്, അങ്ങനത്തെ ക്ലോത്ത് ബ്രാൻഡ്, അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അഡ്വർടൈസ്മെൻറ്റും നിങ്ങൾക്ക് കാണാം, ഇമേജിലും പോകും. അപ്പം ഹെൽത്തിനുണ്ടാവില്ല. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പ്രേ, ബ്യൂട്ടി സ്പ്രേ കാര്യങ്ങളൊക്കെ ആയിരിച്ചോ, മറ്റേ റോസ്മേരി ഇല്ലേ, യെസ്, റോസ്മേരി വാട്ടറൊക്കെ അറിയില്ല, തലയിൽ യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം വീഡിയോനെക്കാട്ടും കൂടുതൽ ചിലപ്പം ഫോട്ടോ ഒക്കെ ആയിരിക്കും വർക്കാവുക, ഇമേജ് വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രൊഡക്റ്റാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇമേജ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതർവൈസ് നോർമലി നിങ്ങൾ എന്താ പറയുക, വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് വീഡിയോസ് നടന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ ആക്റ്റീവ് ആഡ്സ്. ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എന്താ പറയുക, ഡീആക്ടിവേറ്റ് ചെയ്ത് വേണോ ആക്റ്റീവ് ചെയ്ത് വേണോ. ഡീആക്ടിവേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, കാരണം വിന്നിംഗ് പ്രൊഡക്റ്റാണ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആക്റ്റീവ് അല്ലെന്ന് ഉറപ്പ് വരുത്തുക, അത്രേ ഉള്ളൂ. ഇനി ഇവിടുത്തെ സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത്രയും നിങ്ങൾ അപ്ലൈ ചെയ്തല്ലോ, ആൻഡ് ഇവിടെ അപ്ലൈ ടു ഫിൽറ്റർ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫിൽട്രേഷൻ കൊടുത്തതിനെ കൊണ്ട് തന്നെ ഇനി മൊത്തം വീഡിയോസാണ് വരിക. അതായത് വീഡിയോസ് നിങ്ങൾ കൊടുത്തു, പിന്നെന്താ ആക്റ്റീവും കൊടുത്തു. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് കണ്ടോ, ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ അഡ്വർടൈസ്മെൻറ്റും ആക്റ്റീവ് ആണ്. അതേപോലെ നമ്മൾ കൊടുത്ത കീവേഡും നമുക്ക് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാം വീഡിയോസുമാണ്. ഓക്കെ, സോ ഈ ഫിൽട്രേഷൻ നിങ്ങൾ പഠിച്ചു. ഈ ഫിൽട്രേഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്നൊന്നും കുത്തിരുന്ന് വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് സ്ക്രോൾ ചെയ്യണം. ഐ തിങ്ക് ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, ഇത് കണ്ടില്ലേ, ചില പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് കിട്ടും കുറച്ച് ഇത് പ്രൊഡക്റ്റ് റിസർച്ച് എയിം ആവുന്ന സമയത്ത്. ഇനി നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ വിട്ടേക്ക്. ഓക്കെ, ഇനി അടുത്ത ഫിൽട്രേഷൻ ഞാൻ പറഞ്ഞുതരാം, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ കണ്ടോ 2, അതായത് ഞാൻ ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണിച്ചിട്ടാ.
ഇവിടെ കണ്ടോ സ്റ്റാർട്ടഡ് റണ്ണിങ് ഓൺ ഓഗസ്റ്റ് 19, അതായത് ഇന്ന് ഓഗസ്റ്റ് 19 ആണെന്നുള്ള ഡേറ്റ് ആണ് ഇത് കാണിക്കുന്നത്. അതെ, ഇന്നല്ല ഇന്നലെയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഐ തിങ്ക് 20, ഐ ഡോണ്ട് നോ, എന്തെങ്കിലും ആട്ടെ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഗസ്റ്റ് 19 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 19, ഇത് ഓഗസ്റ്റ് 20 ഞാൻ ഇപ്പോൾ 20 സോ ഈ 20 ഇത് ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഡേറ്റ് കാണാം. ഓഗസ്റ്റ് 20 കണ്ടോ, ഓഗസ്റ്റ്, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ്. സ്റ്റാർട്ട് റണ്ണിങ് ഓൺ ഓഗസ്റ്റ് 21, ഐ തിങ്ക് ഓഗസ്റ്റ് 21 ആണെന്ന്, ഐ ഡോണ്ട് നോ, ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ വരിക. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. കാരണം ഒരുപാട് പേര് മെറ്റാ ആഡ്സിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം പേര് അഡ്വർടൈസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, സ്കെയിൽ ചെയ്യുന്നവരുണ്ടാവും ഡേ വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊന്ന് സ്ക്രോൾ കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് 21 അല്ലെങ്കിൽ 20 എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾ വിന്നിംഗ് പ്രൊഡക്റ്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്താളാം, അതായത് ഇന്നത്തെ ഒക്കെ ഡേറ്റ് അവോയ്ഡ് ചെയ്താളാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിൽട്രേഷനിലേക്ക് വരിക. ഫിൽട്രേഷനിലേക്ക് വന്നിട്ട് ഇവിടെ ഓക്കെ ഇന്ന് ഓഗസ്റ്റ് 22 ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പം 1 മണി 2 മണി സംതിങ് എന്തോ ആയിട്ടുണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടൈം കിട്ടുന്നില്ല, ഇപ്പോഴൊക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 22. ഇനി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓഗസ്റ്റ് 22 ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കലണ്ടർ പോലെ ഓപ്ഷൻ വരും. ആൻഡ് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. വിന്നിംഗ് പ്രോഡക്റ്റ് ആണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഒരാൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കണ്ടോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആൾ 5 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 6 ദിവസത്തിൽ കൂടുതൽ ആൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് എന്താ പറയുക ഷെയർ ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ലൈവായി കിടക്കുന്നുണ്ടെങ്കിൽ, പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ട്. ഒരാൾ 5 ദിവസം അഡ്വർടൈസ്മെൻറ്റ് പൈസ കൊടുത്ത് മെറ്റൽ ആഡ് റൺ ചെയ്യുക, വിച്ച് മീൻസ് ആൾ പ്രോഫിറ്റ് ആണ്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആൾ നഷ്ടക്കച്ചവടത്തിൽ 5 ദിവസം 6 ദിവസം ഒന്നും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യില്ല, അതും ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ മിനിമം 2 ദിവസം 3 ദിവസമൊക്കെ നോക്കിയാൽ മതി. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 22 എന്നല്ലേ ഒരു 5 ദിവസം ബേക്കോട്ടാക്കുക അല്ലെങ്കിൽ 6 ദിവസം ബേക്കോട്ടാക്കുക. അതായത് ഇന്നിപ്പോൾ എന്താ പറയുക 22, സോ 18, സോ ഞാൻ 16 സെലക്ട് ചെയ്യുന്നു. അത്രയും ദിവസം ഞാൻ ബാക്കോട്ടേക്ക് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, 16 ഞാൻ സെലക്ട് ചെയ്യുന്നു. അതായത് നിങ്ങളൊരു മിനിമം ഇത് താഴെ കൊടുത്താൽ ഒരു 5, 6, 7ൻ്റെ ബാക്കോട്ടേക്ക് കൊടുത്താൽ മതി. സോ ഞാൻ 16 എന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുത്ത്. ഇനി ഇവിടെ എനിക്ക് എന്താണ് ഫിൽട്രേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. അവിടെ ഞാൻ അപ്ലൈ കൊടുത്തു. ആൻഡ് നമ്മളെ ഫസ്റ്റത്തിലേക്ക് വരിക. ഓക്കെ, കമോൺ. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നേരത്തെ കൊണ്ട് തന്നെ വന്നു. ഇനി ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിവിടെ ഓഗസ്റ്റ് 16 ബിഫോറാണ് നമുക്ക് വേണ്ടത്. ഓഗസ്റ്റ് 16 ബിഫോറും അതാണ് ഞാൻ പറഞ്ഞു. ഒരാൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നത് 4 5 ദിവസം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ആൾ പൈസ കൊടുത്ത് ആഡ് റൺ ചെയ്തത്. സോ അതാണ് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് ഇവിടെ കണ്ടുപിടിച്ചത്. ഓഗസ്റ്റ് 16 ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ആൾക്കാർ സെയിൽസ് മേക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർ സെയിൽസ് മേക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഈ ആഡൊക്കെ ഇപ്പോഴും എന്താ പറയുക നിലവിൽ ആക്റ്റീവ് ആയി കിടക്കുന്നത്. ആക്റ്റീവ് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതൊക്കെ ഏതാ പ്രൊഡക്റ്റ് കണ്ടോ, ഇതൊക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്റ്റ് ആണ്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് അവർക്ക് സെയിൽസ് കിട്ടുന്നതിനെ കൊണ്ടാണ്. 5 ആഡ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് സെയിൽസ് കിട്ടുന്നതിനെ കൊണ്ടാണ് ഇത്രയും ദിവസം ആൾ ആഡ് റണ്ണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണോ റണ്ണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ അങ്ങനത്തെ കാര്യം നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ അഡ്വർടൈസ്മെൻറ്റ് റണ്ണ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് എന്താ പറയുക, ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 0 ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇവിടെ നോക്കുന്ന സമയത്ത് 3 ആഡ് എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, 3 ആഡ്സ് യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 എന്ന് കാണിക്കുന്നുണ്ട്, ഇവിടെ 2 എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ആ പോയിന്റ്. ഇവിടെ ഒന്നും ഇല്ല. ഇനി ഇതേപോലെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, കണ്ടുപിടിക്കുക. കണ്ടോ, ഇത് 5 എണ്ണം എന്താ പറയുക പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 എണ്ണം ഈ ഒരു വീഡിയോ, ഈ ഒറ്റ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് സ്കെയിൽ ചെയ്യുമായിരിക്കും. മേ ബി സ്കെയിൽ ആയിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കുക സ്കെയിൽ ചെയ്യാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫിൽട്രേഷൻ എന്ന് പറയുന്നത്, ഫിൽട്രേഷൻ അല്ല അടുത്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ആഡിൻ്റെ എണ്ണം നോക്കുക. മിനിമം ഒരു 4 5 5 എണ്ണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് നോക്കുക. 5 എണ്ണം നിങ്ങൾ നോക്കിക്കോട്ടോ, അല്ലെങ്കിൽ 4 എണ്ണം. ഓക്കെ, നമുക്ക് 4 എണ്ണം എടുക്കാം. ഇവിടെ 4 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണത്തിൽ കൂടുതലുള്ളത് മാത്രം നോക്കുക. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് തന്നെ മാക്സിമം എന്താ പറയുക വിന്നിങ് കിട്ടണം. അതാണ് നമ്മൾ നോക്കുന്നത് പ്രയോറിറ്റി. അതായത് സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തായാലും വിന്നിങ് ആണല്ലോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇവിടെ മിനിമം 4 ആഡ്സുകൾ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ 4 ആഡ്സിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യാണ്. ഇപ്പം ഇവിടെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെയൊക്കെ 0 0 5. ഓക്കെ, ഇതൊന്നും ഉണ്ടല്ലോ നമ്മൾ നേരത്തെ നോക്കി വെച്ച്. ഒന്ന് 5 എണ്ണം ഉണ്ട്. അടുത്തതാ 7 എണ്ണം. ഓക്കെ, അടുത്തത് 7 എണ്ണം.
ഇപ്പം നിങ്ങൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആൾ ബ്രാൻഡായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തോ ഷോപ്പാണോ അതൊന്നും നോക്കണം, നിങ്ങൾ ആഡ്സ് മാത്രം നോക്കുക. ഓക്കെ, ആഡ്സ് മാത്രം നോക്കുക. ഓക്കെ, 5 ആഡ്സ് 7 ആഡ്സ് നിങ്ങൾക്ക് 2 കിട്ടിയല്ലോ. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല, ഞാൻ വേറെ സംഭവം കാണിച്ചു തരാണ്ട്. ഇപ്പോൾ ജസ്റ്റ് നോക്കുക, 7 എണ്ണം 5 എണ്ണം എന്നുള്ളത് കണ്ടു. ഇനി ഇതാ ഇവിടെ 3 ഉള്ളൂ. 3 ഒന്നും നമുക്ക് വേണ്ട, ഒരു 4 5 അതിൽ കൂടുതലാണ് നമുക്ക് വേണ്ട. ഇനി ഇതുപോലെ താഴെ സ്ക്രോൾ ചെയ്യുക താഴെ നോക്കുക. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ സ്ക്രോൾ ചെയ്യണം കേട്ടോ, അതാണ് ഇതിലൊരു ടാസ്ക്. ഇതേപോലെ ഇതൊക്കെ 2 ഉള്ളൂ, 2 ചീപ്പാണ്. കുറെ അടുത്തതാ 6 എണ്ണം. സോ അടുത്തത് കിട്ടി നമുക്ക്. ഇനി ഇതേപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാം. അടുത്തതാ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. മിനിമം 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരാളാട്ടോ, ഇതൊക്കെ ഒരാളാണ്. കണ്ടോ, ഈ ആൾ മൾട്ടിപ്പിൾ അഡ്വർടൈസ്മെന്റ് ഉണ്ടോ, ആൾക്ക് വിന്നിങ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ഇതേപോലെ നമ്മൾ നോക്കുക. സോ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം 4 കൂടുതലുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതേപോലെ അഡ്വർടൈസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇവിടെ മൗസ് കൊണ്ടുപോവുക ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് കൊടുക്കുക. അതായത് ജസ്റ്റ് ഇവിടെ ടാബ് ഓപ്പൺ ആയി ഫേസ്ബുക്കിൻ്റെ പേജിലേക്ക് ഓപ്പൺ ആവും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഇവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെക്കണമെന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എന്താ പറയുക, ഈ ഇത് കണ്ടു, അതായത് 4 ആഡ്സ് ഉണ്ട്. ആൾ മൾട്ടിപ്പിൾ കണ്ടോ, ഷൈറ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ആൾ മൾട്ടിപ്പിൾ ട്രൈ ചെയ്യുന്നുണ്ട്. മിനിമം 4 ആഡ്സ് ഉണ്ട്, വിച്ച് മീൻസ് ആൾക്ക് പ്രോഫിറ്റ് ആണ്, ആൾ സ്കെയിലബിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പം ഈ ഒരു ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തപ്പം ഇതേപോലുള്ള പേജിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. ആളെ ആഡ്സ് ഒന്നും ഞാൻ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഇതേപോലുള്ള പേജിലേക്കാണ്. ഇനി നിങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇവിടെ എബൌട്ട് സെക്ഷൻ ഓപ്പൺ ചെയ്യുക. എബൌട്ട് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെയാണ് കേട്ടോ, നിങ്ങൾ വേറെ ആരെയും ഫേസ്ബുക്ക് പേജാണോ, ഇതിപ്പോൾ ആളെ ഫേസ്ബുക്ക് പേജ് ആട്ടോ, ഇതേപോലെയാണ് നിങ്ങൾ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുള്ളത് നോക്കണ്ടേ. എബൌട്ട് സെക്ഷൻ എടുക്കുക ആൻഡ് ഇവിടെ പേജ് ട്രാൻസ്പെറൻസി എന്നുള്ള ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സി ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആൻഡ് താഴോട്ട് സ്ക്രോൾ ചെയ്യാനില്ല. ഓക്കെ, ഗോ ടു ആഡ് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക ആൻഡ് നമ്മളെ ആളെ ആഡ് ലൈബ്രറിയിലേക്ക് പോയി. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ബട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ഷോർട്ട് കട്ട് ചെയ്യുകയാണ്. എന്താ വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പോകുന്നു വേണ്ട. ഇവിടുന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഗോ ടു പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ബട്ട് നമുക്കത് വേണ്ട. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് ഞാനിപ്പോൾ ഒരു ടാബ് ഇവിടെ ഓപ്പൺ ചെയ്തില്ലേ, ഷൈറ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങൾ 5-10 ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതിലേക്ക് പോയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നമ്മൾ ഗോ ടു ആഡ് ലൈബ്രറി ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് കണ്ടോ, ആളെ പേജ് അതായത് അഡ്വർടൈസ്മെന്റ് പേജ് ഓപ്പൺ ആയി. കണ്ടോ, ഷൈറ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. ഇനി ആളിവിടെ കണ്ടോ 61 റിസൾട്ട് ഉണ്ട്. 61 റിസൾട്ട് മീൻസ് 61 അഡ്വർടൈസ്മെന്റ് ആൾ ചെയ്യുന്നുണ്ട്. 61 ആഡ്സ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കണ്ടോ, ആള് 5 ആഡ്സ് ആൻഡ് ഇതേപോലെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ്. ഇത് വേറെ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു നെക്ലസ് അല്ല, മറ്റേ റിങ് മറ്റേ എന്തെങ്കിലും ആട്ടെ, ആ റിങ് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇതെന്താണ്, ഇതും റിങ് തന്നെയാണോ? ഓക്കെ, ഇതും അത് തന്നെയാണ്, ഏകദേശം സിമിലർ പ്രൊഡക്ട്സ് ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി, ആള് സ്കെയിൽ ചെയ്തുകൊണ്ട് കണ്ടോ, സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും മേ ബി, കാരണം ആ പ്രൊഡക്റ്റിന് കണ്ടിട്ടുണ്ട് എന്താട്ടെ. ഓക്കെ, ആളെ കണ്ടോ, എല്ലാ പ്രൊഡക്റ്റും എല്ലാ വീഡിയോസും കണ്ടോ, എല്ലാത്തിലും മിനിമം 5, 4 വെച്ചിട്ടുണ്ട്. അതായത് 61 റിസൾട്ട്. ദാറ്റ് ഈസ് ആൾക്ക് വിന്നിങ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള മനസ്സിലായി. സോ നിങ്ങൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടായിട്ട് കണ്ടുപിടിച്ച്. ബട്ട് ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ നിങ്ങൾ ഒരുപാട് സ്ക്രോൾ ചെയ്യണം. നിങ്ങൾക്ക് ഇതേപോലെ 4-5 ആഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോ, അതൊക്കെ 0 ആണ്. സോ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വിന്നിങ് പ്രൊഡക്റ്റ് മാത്രം മതി, വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പം ഇതേ കണ്ടോ, ഇത് എത്ര 5 ആഡ്സ്. സോ വേറൊരു പ്രൊഡക്റ്റ് ഇതാ. ഇപ്പം നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. ഓക്കെ, ഒരുപാഡ് സ്ക്രോൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അവിടെയാണ് നമ്മളെ നമ്പർ 2 പ്രയോറിറ്റി, അതായത് ടൂൾ ആൻഡ് സ്ട്രാറ്റജി നമ്പർ 2. ടൂൾ ആൻഡ് സ്ട്രാറ്റജി 1 നമ്മൾ മെറ്റാഡ്സ് പ്രൊഡക്റ്റ് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരുപാട് ഫിൽട്രേഷൻ യൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനി ടൂൾ ആൻഡ് സ്ട്രാറ്റജി 2ലേക്കാണ് നമ്മൾ പോകുന്നത്, വിച്ച് ഈസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ ടാബിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ടൂൾ ആൻഡ് സ്ട്രാറ്റജി 2 ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പുതിയ ടാബ് ഓപ്പൺ ആക്കുക. ഇവിടെ പുതിയ ടാബ് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ക്രോം വെബ് സ്റ്റോർ ഓപ്പൺ ആക്കുക. ഓക്കെ, ക്രോം വെബ് സ്റ്റോർ ഓപ്പൺ ആക്കുക ആൻഡ് ഇവിടെ നിങ്ങൾ ഒരു സംഭവം സെർച്ച് ചെയ്യാം, ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനാണ്. സോ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ആഡ് സ്പാരോ എന്ന് അടിക്കുക. ഓക്കെ, ഈ ആഡ് സ്പാരോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും, ഒരു ടൂൾ കിട്ടും. സോ ഈ ടൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ യൂസേജ് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മളെ ക്രോമിൽ. ഈ എക്സ്റ്റൻഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം, ഇനി എവിടെയാണ് ഉണ്ടാവുന്നുള്ളത്. ജസ്റ്റ് ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് എക്സ്റ്റൻഷനുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
അതായത് എങ്ങനെയാണ് എനേബിൾ ആക്കുക ഓഫ് ആക്കുക എന്നുള്ളത് അറിയാമെങ്കിൽ ഇത് അവിടെ കണ്ടോ ഈ ഒരു പസിൽ ടാബ് പോലെ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കാണാൻ കണ്ടോ ആഡ് സ്പെയർ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ എനേബിളും റിമൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ആഡ് സ്പെയർ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ആഡ് സ്പെയറിൻ്റെ യൂസേജ് കാണിച്ചു തരാം. ഓക്കെ, ഈ ടാബ് ഇനി നമുക്ക് വേണ്ട. ഇനി നമ്മളെ ആഡ് ലൈബ്രറിയിൽ മെയിൻ ലൈബ്രറിയിലേക്ക് തന്നെ വരിക. ഓക്കെ, ഇവിടെ ഒരു മാറ്റമില്ലല്ലോ, ഒരു മാറ്റമില്ല. കാരണം നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത ഫിൽട്രേഷൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കുക. റിഫ്രഷ് അടിച്ചില്ലെങ്കിൽ ഒന്ന് ടാബ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വരട്ടെ മെറ്റാഡ്സ് സ്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കുറേ ഒരു സംഭവങ്ങൾ കാണാം, നീല കളറിലൊക്കെ സംഭവങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഇവിടെ കണ്ടോ ഹൈലൈറ്റ് ആയിട്ട് 2 ആഡ്സ് 3 ആഡ്സ്, അതായത് ബ്ലൂവിൻ്റെ ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ള ഗ്ലോ എഫക്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. സോ നിങ്ങളിവിടെ കംപ്ലീറ്റ്ലി ഷോർട്ട് കട്ട് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങൾ സ്ക്രോൾ ചെയ്യണം, 3 ആഡ്സ് 4 ആഡ്സ് ഒക്കെ കണ്ടുപിടിക്കണം നിങ്ങൾക്ക്. സോ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ എന്താ പറയുക വിന്നിംഗ് പ്രൊഡക്റ്റ് എന്തായാലും കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതാ ആക്റ്റീവ് ആഡ്സ് ബിഫോർ 16 ഒക്കെ ആ ഫിൽട്രേഷൻ അപ്ലൈ ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഇനി നിങ്ങൾ വേറെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആഡ്സ് പാരൻ്റ് സെറ്റിംഗ്സ് ഉണ്ടാവും. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കണ്ട ആഡ്സ് പാരൻ്റ് സെറ്റിംഗ്സ്. ഇവിടെ നമ്മളെന്താ ഞാൻ പറഞ്ഞില്ല എന്താ മിനിമം 4 ആഡ്സ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം എത്ര ആഡ്സ് വേണമെന്നുള്ളത്. സോ ഞാൻ ഇവിടുന്ന് ഒരു 4ലേക്ക് മാറ്റുന്നു. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കണ്ടോ 5 ആഡ്സ് 7 ആഡ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ സോർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇതിങ്ങനെ വരുന്നില്ല, ഒരുപാട് ടൈം പിടിക്കും. കണ്ടോ വരുന്നുണ്ട്, ഒരുപാട് ടൈം ഇങ്ങനെ സ്ക്രോൾ അല്ല ഈ ലോഡിങ് പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ലോഡ് ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്ന് സ്ക്രോൾ ആയി പോയിക്കോളും. ഓക്കെ, സോ കണ്ടോ പ്രൊഡക്റ്റൊക്കെ അല്ല ഇങ്ങനെ ഓരോന്ന് ഷോർട്ട് കട്ടായി വരുന്നുണ്ടോ. കണ്ടോ 5 7 6 7 ഒക്കെ ഷോർട്ട് കട്ട്. നിങ്ങൾ ഷോർട്ട് കട്ട് കിട്ടിയ 4 4 4 കാരണം മിനിമം 4 നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ മിനിമം 10 കൊടുത്തു കഴിഞ്ഞാൽ 10 എന്നുള്ളത് വരും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാം. അതായത് ഏതൊക്കെ പ്രൊഡക്റ്റാണ് വർക്കിംഗ് ഉള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആഡ് സ്പെയർ അല്ലേ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യരുത്. ജസ്റ്റ് എന്താ പറയുക ചെറിയ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ യൂസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ടെമ്പററി ബാങ്ക് കിട്ടും. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ടെമ്പററി ബാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഫേസ്ബുക്ക് അല്ല സോറി മെറ്റാഡ്സ് ഇല്ലേ ഈ ലൈബ്രറി മെറ്റാഡ്സ് ലൈബ്രറി നിങ്ങൾ ഈ IP അഡ്രസ്സിൽ നിങ്ങൾക്ക് ടെമ്പററി ബാങ്ക് കിട്ടും. ഒരുപാട് ടൈം നിങ്ങൾ യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മിനിമൽ യൂസേജ് ആക്കുക. എന്നിട്ട് ഇതേപോലെ നോർമലായിട്ട് ഇത് എക്സ്റ്റൻഷൻ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എക്സ്റ്റൻഷൻ എപ്പോഴും ഓണാക്കി ട്രൈ ചെയ്യരുത്. അത് നിങ്ങൾ ഓവർ എന്താ പറയുക മടിയൻ മല ചുമക്കും നമ്മളൊക്കെ അല്ലേ അതേപോലെ ആയി പോട്ടോ. അപ്പോൾ നിങ്ങൾ ഓവർ ഇതാക്കരുത്. നിങ്ങൾ എന്താ പറയുക ലിമിറ്റ് വെച്ചിട്ട് ആക്കുക. ലിമിറ്റ് വെച്ചിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓവർ ആക്കരുത്, നിങ്ങൾ ലിമിറ്റ് വെച്ചിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ കണ്ടോ ഒരുപാട് പ്രൊഡക്റ്റ് ഇതാ ഇതിൽ ഷോ ആയി മിനിമം 4ൻ്റെ രീതിയിൽ. ഇനി നിങ്ങൾക്ക് ആക്കണം എന്നതാ ഇവിടെ ജസ്റ്റ് വെയിറ്റിംഗ് ടാബിൽ ഇങ്ങനെ സാധനം വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ജസ്റ്റ് അടുത്തത് സീമോർ ക്ലിക്ക് കഴിഞ്ഞാൽ വീണ്ടും ലോഡ് ആവും. ഇനി സീമോർ വരുന്നുണ്ട് ജസ്റ്റ് ഈ ലോഡ് ആഡ്സ് നിങ്ങൾ ക്ലിക്ക് കഴിഞ്ഞാൽ സാധനം വരും. ഓക്കെ, അത്രയേ ഉള്ളൂ, സംഭവം ഈസി. ഓക്കെ, സോ നമ്മൾ ടൂൾ ആൻഡ് സ്ട്രാറ്റജി 1ഉം ടൂൾ ആൻഡ് സ്ട്രാറ്റജി 2ഉം നമ്മൾ കവർ ചെയ്ത് വിറ്റ് ഈസ് മെറ്റാഡ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ മെറ്റാഡ്സിലും തന്നെ വേറൊരു ഫിൽട്രേഷൻ നമ്മൾ എക്സ്റ്റൻഷൻ ആക്കി യൂസ് ചെയ്തു. ഇതൊന്നും നിങ്ങൾ തീരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഈ ഒരു എക്സ്റ്റൻഷൻ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ജി. നമ്മളെ 2 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ടൂൾ ആൻഡ് സ്ട്രാറ്റജി 1ഉം 2ഉം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ പ്രൊഡക്റ്റ് ഏകദേശം സെറ്റായി. അതായത് നിങ്ങൾ ഓൾറെഡി എന്താ പറയുക എന്തൊക്കെയാണോ മാർക്കറ്റിൽ വർക്കാകുന്ന പ്രൊഡക്റ്റ് അതിലേക്ക് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഏകദേശം. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഫണൽ അവിടെ ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് കണ്ട് നമ്മൾ കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനിയാണ് നമുക്ക് എക്സലിൻ്റെ കാര്യം വരുന്നത്. സോ എക്സൽ എന്തിനാണ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ മതി, ബേസിക് നോളജ് മതി യൂസ് ചെയ്യാൻ. ജസ്റ്റ് നിങ്ങളുടെ ലാപ്പിൽ മൊബൈലിൽ എന്താ വെച്ചാൽ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക ആൻഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയുന്ന സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റത്തെ കോളം പ്രൊഡക്റ്റ് നെയിം, വെബ്സൈറ്റ്, ഫേസ്ബുക്ക് ആഡ് ആൻഡ് ഈ ഒരു കോളം ഓർഡർ നമ്പറും ഈ ഒരു കോളം ഡേറ്റും ടൈമും കൊടുക്കുക. നൗ നിങ്ങൾക്ക് ഈ ഒരു കോളംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ബട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി വരില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ ഇതേപോലെ സെറ്റാക്കിയല്ലോ. ഇനി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. നേരത്തെ നമ്മൾ മെറ്റാഡ്സിൽ കുറേ പ്രൊഡക്റ്റ് കണ്ടല്ലോ, അതിലേക്ക് തന്നെ വരാം. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടോ, അതായത് 6 5 4 എന്നൊക്കെ പറഞ്ഞ് കണ്ടോ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതേ സംഭവം ജസ്റ്റ് ഞാൻ ഈ ടാബ് ക്ലോസ് ചെയ്യാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഫസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊക്കെ വിന്നിംഗ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഇതൊക്കെ വിന്നിംഗ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഞാനിപ്പം
ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് കൊടുക്കുന്നത് ഫസ്റ്റത്തെ പ്രൊഡക്റ്റായി. ഇനി സെക്കൻഡ് പ്രൊഡക്റ്റ് ഇതേപോലെ ഓക്കെ കമോൺ അടുത്തും ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ക്യാൻഡി ആയി. അടുത്ത ഏതാണുള്ളത് ബെറ്റർ ഫൈൻസ് കിറ്റ് ഓക്കെ അത് ഞാൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്നത് അതും ഇനി ബെറ്റർ ഫൈൻഡ് ഓപ്പൺ ചെയ്തു. അടുത്ത ഏതാണുള്ളത് ഹോം ഹട്ട് ഉണ്ട് ഓക്കെ അത് ക്ലോത്ത് ആണെന്ന് തോന്നുന്നു. സോ ക്ലോത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അവരെ ഓൺ ബ്രാൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വേറെ എന്താണുള്ളത് ഇത് റിങ്. സോ റിങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിലേക്ക് കിട്ടുന്നുണ്ടാവും. തൽക്കാലം ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെക്കുക ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഏതാണ് ബെറ്റർ ഓക്കെ ഇത് ഫോം ക്ലീനർ. ഇത് നല്ല പ്രൊഡക്റ്റ് കേട്ടോ. ഫോം ക്ലീൻ കണ്ടോ 13 ഓക്കെ ഇതും തന്നെ നമുക്ക് നോക്കാം. ഇതും ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത് വരുന്നില്ലല്ലോ ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഒരുപാട് ഇത് ഓപ്പൺ ചെയ്ത് ഇത്രയും ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് ഇതാക്കുക ഓക്കെ. ഞാനിപ്പോൾ 1 2 3 4 5 4 ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എന്താ വെച്ചാൽ നേരത്തെ ഞാൻ കാണിച്ചത് അതേ സെറ്റപ്പിൽ ഇതേപോലെ നിങ്ങൾ 1 by 1 ആയിട്ട് പേജ് ട്രാൻസ്പെറൻസി പോയിട്ട് അവരുടെ ആഡ്സിലേക്ക് കയറാം ഓക്കെ. അവിടെ ആഡ്സ് ഗോ ടു ലൈബ്രറി കൊടുക്കുക ആൻഡ് അടുത്ത നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതും നിങ്ങൾ ഇതേപോലെ അവരുടെ പേജ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഡു ഇറ്റ് ഓക്കെ. അടുത്ത് ബെറ്റർ ഫൈൻ കിറ്റ്സ് ഓക്കെ കിറ്റ് നെക്സ്റ്റ് ഇതും ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. അടുത്തതും ഞാൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്നു. ഷെയർ നമ്മൾ ഓപ്പൺ ചെയ്തില്ല. ഷെയർ നമുക്ക് തൽക്കാലം വേണ്ട, നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നു. തൽക്കാലം ഇതാക്കാം ഓക്കെ. ഇതും ഞാൻ ഓപ്പൺ ചെയ്യുന്നു. കാരണം ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കാണിച്ചിരുന്നുള്ളൂ. അത് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ. ഞാനിപ്പം എല്ലാ ടാബും ഇവിടെ കണ്ടോ. ഇവിടെ ഞാൻ എല്ലാ ടാബും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ടാബ് ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ടാബൊക്കെ ഉണ്ടാവും ക്ലോസ് ചെയ്തോളാം. ഇത് വേണ്ട. ഈ എല്ലാ പേജും നമുക്ക് ഇനി ക്ലോസ് ചെയ്തോളാം. ഇതും വേണ്ട ഓക്കെ. ഇതും വേണ്ട ഓക്കെ. നമ്മൾ ആഡ്സിൻ്റെ പേജ് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് കണ്ടോ. എല്ലാം ആഡ്സിൻ്റെ പേജാണ്. സോ നമ്മളെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് അതിലേക്ക് വരാം. എന്താ സ്ക്രബ്സി ഓക്കെ. ആളെ ഇത് കണ്ടോ 230 റിസൾട്ട് ഉണ്ട്. 230 അഡ്വർടൈസ്മെൻറ്റ് സെക്ഷൻ ആൾ റൺ ചെയ്യുന്നുണ്ട്. കണ്ടോ ഓക്കെ. ഇനി ആളെ എല്ലാ ആഡ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 15 ആഡ്സ് 2 ആഡ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആൾക്ക് മാസീവ് ഇന്ന എല്ലാം ഫോം ക്ലീനറാണ് കേട്ടോ. എല്ലാം ഫോം ക്ലീനർ കണ്ടോ. ഇതൊക്കെ കണ്ടോ ആൾക്കിത് മാസീവ് വിന്നറാണേ. ഇത് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഓക്കെ ഇത് ഞാൻ ഓപ്പൺ ചെയ്തു ഓക്കെ. ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ട് കേട്ടോ. വീഡിയോ കണ്ടോ 20 ആഡ്സൊക്കെ ആളിതിന് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉറപ്പിക്കാം ഇത് മാസീവ് വിന്നറാണ്. ആൾക്ക് മാസീവ് വിന്നറാണ് ഉറപ്പിച്ചോ. നമുക്ക് വേറെ ഒന്നുമില്ല. ആൾ 230 ആഡ്സൊക്കെ ഇതിന് മാത്രമായിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്റ് ഓക്കെ. അടുത്ത പ്രൊഡക്റ്റ് ഇതാ 18 റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഇതും കുഴപ്പമില്ല. ഇതെന്താ മറ്റേ ടൂൾസിൻ്റെ മറ്റേ സാധനമല്ലേ സ്പാൻഡർ പോലത്തെ സാധനങ്ങളൊക്കെ അതാണെന്ന് തോന്നുന്നു. അതും ആൾക്ക് വിന്നിങ് ആണ് എന്തായാലും. 5 ആഡ്സ് 4 ആഡ്സ് 4 ആഡ്സ്. ഇനി അടുത്ത എന്തായാലും നമ്മളെടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണ് സാധനം ഓക്കെ. ഇതെന്താ റബ്ബറാണോ കുട്ടിയൊക്കെയുള്ള എന്തോ സംഭവമാണല്ലോ. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. വേപ്പാണോ. റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെ കറക്റ്റ് മനസ്സിലായില്ല. എന്താ ലിപ്സ്റ്റിക് എന്താണോ ഇനി വേപ്പാണോ ഐ ഡോണ്ട് നോ. എന്താ പവർ ബാങ്ക് ആണോ. എനിക്കിത് ഗസ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ആളെ സൈറ്റിൽ പോയിക്കാ പോരെ. സീംസ് ലൈക്ക് എന്താ പറയുക ടൊബാക്കോ യൂസേജ് ഓക്കെ. നമുക്ക് ഇവിടെ തന്നെ ഷോപ്പിനോ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ഓക്കെ. ഓർഡർ നൗ തൽക്കാലം നമ്മൾ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യട്ടോ. ആളെ പ്രൊഡക്റ്റ് എനിക്ക് കറക്റ്റ് മനസ്സിലാവും ഓക്കെ. വേപ്പിൻ്റെ മാതിരി ഉണ്ട് കേട്ടോ. അത് ഓർഗാനിക് എസൻസ് 25,000 24,000 പവർ ബാങ്ക് ആണ് ഗൈസ്. 24,000 എന്നുള്ള സംഭവം ജസ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ബൈ 1 get 1 ഫ്രീ സ്ട്രോബെറി ഫ്രീസ് ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ് ഫ്ലേവർ ടൈപ്പ് ആയിട്ടുള്ള ഓക്കെ. എന്തെങ്കിലും ആട്ടെ നമുക്കിതല്ല പ്രധാനം ഓക്കെ. എന്തായാലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ പ്രൊഡക്റ്റ് നിങ്ങൾക്കും എടുക്കാം. ഇത് പവർ ബാങ്ക് ഓക്കെ. പവർ ബാങ്കും ഉണ്ട് അതും യൂസേജ് മേ ബി അതായിരിക്കും കേട്ടോ ഓക്കെ. എന്തെങ്കിലും ആട്ടെ ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എക്സൽ ഫയലിൻ്റെ അപ്ഡേഷൻ ആണല്ലോ. അതിൽ നമ്മൾ പറഞ്ഞു എക്സൽ ഫയൽ എന്താണുള്ളത് ഓക്കെ. ഇനി നമുക്ക് 1 by 1 ആയി ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രബ്സ് ഇല്ലേ അതാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് അതിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പോക്കിയിട്ടുണ്ട്. എല്ലാ ടാബും ഞാൻ പോക്കി ഇതിൽ മാത്രം എടുത്ത്. ആൻഡ് നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫേക്ക് അഡ്രസ്സ് എന്നുള്ള സംഭവം അടിക്കട്ടോ. അതായത് ഫേക്ക് അഡ്രസ്സ് എന്നുള്ള നിങ്ങൾക്ക് ഈ സിപ്പ് കോഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ മാൻഡേറ്ററി ആയിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഇതടിക്കുക ആൻഡ് നിങ്ങളുടെ ആഡ് ലൈബ്രറിയിലേക്ക് ഇടുക ഓക്കെ. ഞാൻ ഇതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനെ ഞാൻ എന്താ വെച്ചാൽ ഈ ആഡ് ആണല്ലോ അതായത് ലിങ്ക് ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ എക്സൽ ഫയലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ
പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു, അത് ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ പേരും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. സോ അത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഫേസ്ബുക്ക് ആഡ് നമ്മൾ കോപ്പി ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ലിങ്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഷോപ്പിനോ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ആളെ വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു ആൻഡ് വെബ്സൈറ്റ് ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അവൻ്റെ പേര് സ്ക്രബ്സി, ഇത് ആൾ എ വെച്ച് മോഡിഫൈ ചെയ്താണ് കേട്ടോ. ഇറ്റ് ഈസ് ഗുഡ്. ആക്ച്വലി ഇതിൻ്റെ പേര് വരുന്നത്, നമുക്ക് ഇത്ര പേരൊന്നും വേണ്ട, കിച്ചൺ ക്ലീനർ ആൻഡ് ഡെഫിഷൻ, അത് മതി. ആക്ച്വലി ഇതിൻ്റെ പേര് വരുന്നത് വെറും ഫോം ക്ലീനർ എന്നാണ്. കണ്ടോ, ഈ ഫോം ക്ലീനർ എന്നാണ്. ഇതൊക്കെ എ വെച്ചിട്ട് ആൾ ജനറേറ്റ് ചെയ്താണ്, ഫോട്ടോ ഒക്കെ മാറ്റിയതാണ്. സോ അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, തൽക്കാലം ഞാൻ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രത്തോളം ഡീറ്റെയിൽ ഞാൻ അവിടെ കൊടുത്തല്ലോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഈ ഓർഡർ നമ്പറും കാര്യങ്ങളൊക്കെ അതിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഞാൻ ഇവിടെ സ്പേസ് അടിച്ച് ഇത് പോക്കുന്നു. ഓക്കെ, അത് പോയി. ഓക്കെ, നമ്മൾ അത്ര കാര്യം ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ നിങ്ങൾ 10ഓളം പ്രൊഡക്റ്റ് ഡെയിലി കണ്ടുപിടിക്കുക. മിനിമം 10ഓളം പ്രൊഡക്റ്റ് നിങ്ങൾ ഡെയിലി ഇവിടെ കണ്ടുപിടിക്കുക. ആൻഡ് നിങ്ങൾ ഒരു 50-100 പ്രൊഡക്റ്റ് മാക്സിമം കണ്ടുപിടിക്കണം. അതായത് നിങ്ങൾ 4-5 ദിവസം പിടിച്ചിട്ട് ഒരു 50-100 പ്രൊഡക്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഈ എക്സൽ ഫയലിൽ ലിസ്റ്റ് ചെയ്ത് വെക്കുക 50-100 പ്രൊഡക്റ്റ്. നമ്മൾ അതിലായിരിക്കും 1 by 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് വരിക. ഇനി നിങ്ങൾ 10ഓളം പ്രൊഡക്റ്റ് ഇവിടെ കണ്ടുപിടിച്ച് വിചാരിച്ചോ, ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് 10ഓളം പ്രൊഡക്റ്റ് നിങ്ങൾ സെറ്റാക്കി. അതായത് നമ്മൾ ഫിൽട്രേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പുറത്തേക്ക്, അതായത് ഓർഡർ നമ്പറും ഈ ഡേറ്റ് ആൻഡ് ടൈമും ആ സെക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടൈം നോക്കുക. ഇപ്പോഴത്തെ ടൈം ഇവിടുത്തെ 1:26 ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എന്താ വെച്ചാൽ ആളെ വെബ്സൈറ്റിലേക്ക് കയറും. ആളെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഇതേപോലെ ആളെ വെബ്സൈറ്റ് ഉണ്ടോ ഇവിടെ ഓർഡർ എന്നുള്ള സംഭവം ജസ്റ്റ് നമ്മളൊരു ഓർഗാനിക് സെയിൽ മേക്ക് ചെയ്യുന്നു. അത് എന്തിനാണ് ഞാൻ പറഞ്ഞാൽ, ജസ്റ്റ് ഇവിടെ 1+1 ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് ഫുൾഫിൽ ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ അഡ്രസ്സ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഫേക്ക് അഡ്രസ്സ്. തൽക്കാലം ഞാനിതാ ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും ഫുൾഫിൽ ചെയ്യുക. ഇവിടെ കണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ആൾ ഇതിൽ നിന്ന് ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യും. സോ ഇവിടെ ഓൾറെഡി സേവ് ആയി കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ ലാൻഡ് മാർക്കിന് എന്തെങ്കിലും ബ്ലാ ബ്ലാ കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു ഫേക്ക് അഡ്രസ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഒറിജിനൽ അഡ്രസ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു സംഭവം കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് കംപ്ലീറ്റ് ഞാൻ കൊടുക്കുന്നു. ഇതൊക്കെ ഫേക്ക് നമ്പർ ആട്ടോ, ഇതൊന്നും ഇനി കോൾ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, 0 എന്നുള്ളത് ഞാൻ മാറ്റി. തൽക്കാലം ഇവിടെ 0 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സംഭവത്തിനാണ് നമുക്ക് ഈ ഒരു ഓർഡർ. ഓക്കെ, ഓർഡർ കൺഫേം ആയിട്ട് ഇത് ഞാൻ നോ താങ്ക്സ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ആളെ സൈറ്റിൽ നിന്ന് ഒരു ഓർഡർ മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫേക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓർഡർ നോർമലി ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണോ അതിൻ്റെ ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓർഡർ സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്താ അറിയോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ടൈം 1:28, ഓർത്ത് വെക്കണം 1:28. ഇനി അടുത്ത കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓർഡർ നമ്പർ കാണാം 23,258. ഓക്കെ, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ ഈ ഓർഡർ നമ്പർ കോപ്പി ചെയ്യുന്നത് ആൻഡ് നമ്മുടെ എക്സൽ ഫയലിലേക്ക് വരിക. ഓക്കെ, ഇവിടെ ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു. അതായത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഓർഡർ നമ്പറാണ്. ഈ ഓർഡർ എന്നുള്ള സാധനം വേണ്ട, ഹാഷ് വെച്ചിട്ട് സാധനം മതി. 23,257 അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് ഞാൻ കോപ്പി ചെയ്തല്ലോ. ഇനി ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് 23-22 സംതിങ് എന്നാണ് തൽക്കാലം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നിപ്പോൾ ഏത് മാസം അതൊക്കെ 8. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇന്ന് 22 തോന്നുന്നു, അല്ല 23 അല്ലേ, 23/8. അതായത് മാസം ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. മാസം നിങ്ങൾക്ക് കൊടുക്കണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ സമയമൊക്കെ നല്ലതായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ടൈം 1:26 AM. ഓക്കെ, AM. ഈ ടൈം നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ് കേട്ടോ. ടൈം നിങ്ങൾക്ക് മാൻഡേറ്ററി 1-2 മിനിറ്റ് മാറിയ കുഴപ്പമില്ല, ബട്ട് നിങ്ങൾക്ക് ടൈം എന്തായാലും വേണം. അതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ആളെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫേക്ക് ഓർഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, ഓക്കെ, ഫേക്ക് ഓർഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ഏതോ ഫേക്ക് അഡ്രസ്സാണ്, ആൾക്ക് ഓർഡറൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞോളാം 10ഓളം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അന്ന് കണ്ടുപിടിക്കുന്ന 10ഓളം പ്രൊഡക്റ്റും നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇതേപോലെ കുറേ ഓർഡർ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, ബട്ട് ചിലയിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട്. സോ അതൊക്കെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ടാബിൽ, അതായത് അടുത്ത കോളത്തിൽ നിങ്ങൾ പുതിയൊരു പേരിൽ ആ ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് എന്താ പറയുക, ഓർഡർ നമ്പർ 2 എന്നുള്ളത് കൊടുക്കുക. ഓർഡർ നമ്പർ 2 എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഡേ 2 എന്നുള്ളത് കൊടുക്കുക. അതായത് നിങ്ങൾ ഇവിടെ ഒരു കോളം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കോളം നിങ്ങൾ എപ്പോഴാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴാണ് ആക്സസ് ചെയ്യാറിയോ ഈ കോളം, ഈ 2 കോളം, അതായത് ഡേ 1 ഇവിടെ, ഡേ 1 ഇവിടെ ഡേ 2 ഇവിടെ, ഡേ 2 അങ്ങനെയാണ് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് എന്താ പറയുക, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. 24 മണിക്കൂറോ 24 മണിക്കൂറിനുള്ളിലോ.
അതായത് ഇപ്പം ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചെക്ക് ചെയ്യില്ല. 24 മണിക്കൂറിനുള്ളിൽ ഗ്യാപ്പ് ഇട്ടിട്ടേ ഞാൻ ചെക്ക് ചെയ്യൂ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. സോ ഒന്നും കൂടി ഞാൻ അതിൽ പോയിട്ട് ഫേക്ക് ഓർഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. ചില സമയത്ത് ഒന്നും കൂടി ഫേക്ക് ഓർഡർ വർക്ക് ചെയ്തൊന്നും വരില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് IP അഡ്രസ്സ് മാറ്റിയാൽ മതി. VPN എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് IP അഡ്രസ്സ് മാറ്റിയാൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് ഓർഡറും കൂടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ബാഗിന് കൊടുക്കുന്നത് ആൻഡ് ഓർഡർ നൗ ഞാൻ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഞാൻ ഫുൾ അഡ്രസ്സ് ഇങ്ങനെ കൊടുക്കുന്നു. ആൻഡ് നമ്പർ നേരത്തെ കിട്ടിയില്ലല്ലോ, ജസ്റ്റ് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു നമ്പർ ഒന്ന് കൊടുക്കല്ലേ. ഓക്കെ, ഇവിടെ ബ്ലാ ബ്ലാ ബ്ലാ, അയ്യോ അത് വർക്കൗണ്ട് അല്ല, ബ്ലാ ബ്ലാ. ഓക്കെ കൊടുക്കുന്നു, ജസ്റ്റ് കംപ്ലീറ്റ് കൊടുക്കുന്നു. വർക്കാവുന്നുള്ളത് നോക്കാം. ഓക്കെ, യു ക്യാൻ മേക്ക് ഓർഡർ ദിസ് വർക്ക്. ഉണ്ടോ യുവർ IP അഡ്രസ് ഈസ് ബ്ലോക്ക്ഡ്. ഓക്കെ, അതായത് IP അഡ്രസ്സ് ഒരു ഓർഡർ മാത്രമേ ഒരു IP അഡ്രസ്സിൽ നിന്ന് പോകുന്നുള്ള ലിമിറ്റ് ആൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈസിയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രോം ബ്രൗസറിലേക്ക് തന്നെ പോവുക. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തോണം ക്രോം വെബ് സ്റ്റോറിൽ പോവുക. ഈസി തിങ്സ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ അർബാൻ VPN അടിക്കുക. യെസ്, ഫസ്റ്റ് വൺ അടിക്കുക. അത് ഫ്രീ VPN ആണ് കേട്ടോ. നിങ്ങൾക്ക് പ്രീമിയം VPN ഒന്നല്ല, ജസ്റ്റ് ലോക്കൽ VPN ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുക്കുക. ആൻഡ് ആ VPN നിങ്ങൾ കണക്ട് ചെയ്തിട്ട് സൈറ്റ് റിഫ്രഷ് അടിക്കുക. ഈസി. കമോൺ. ഓക്കെ, VPN ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് VPN ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഏതോ സൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അത് ജസ്റ്റ് ക്യാൻസൽ അടിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു സൈറ്റും വേണ്ട. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മളെ പസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം അർബൻ VPN പറഞ്ഞിട്ട്. ഈ VPN നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളെ ലൊക്കേഷൻ അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നിങ്ങളിവിടെ എഗ്രി കൊടുക്കുക. ആൻഡ് ഇവിടെ ഓൾറെഡി US കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ IP അഡ്രസ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി മാറും. ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ IP അഡ്രസ് മാറി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആളെ വെബ്സൈറ്റിലേക്ക് വരിക. ജസ്റ്റ് സൈറ്റ് ഒന്ന് റിഫ്രഷ് അടിക്കുക. ഓക്കെ, ചിലപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. ഉണ്ടോ ഇവിടെ കൺട്രി IN കണ്ടോ. അപ്പം അത് മാറണം നമുക്ക്. ഓക്കെ, ആളെ പ്രൊഡക്റ്റ് ചെയ്തു. ഓക്കെ, ഇതല്ലേ പ്രൊഡക്റ്റ്. സോ ആളെ പ്രൊഡക്റ്റ് നമ്മളൊന്നുകൂടി എടുക്കുന്നത്. ഓക്കെ, സ്ക്രബി. യെസ്, എന്നിട്ട് ഓർഡർ നൗ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ ഒന്നും കൂടി കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു. ഇത് ഒന്നും കൂടി ഇതിൽ വർക്ക് ആയതാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി വേറെ ക്രോം ടാബിൽ ട്രൈ ചെയ്യാം. വേറെ ടാബ് ഇട്ടോ, ക്രോമിലെ വേറെ ടാബിൽ ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലസ് ടാബ് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ടാബിലാക്കിയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ വീണ്ടും ഒരു ഫേക്ക് ഓർഡർ ട്രൈ ചെയ്യുന്നു. ബ്ലാ ബ്ലാ. ഓക്കെ, IP വർക്ക് ചെയ്യുമോ നോക്കാം. ഓക്കെ, ഓർഡർ സക്സസ്ഫുൾ. ഓക്കെ, സോ ഗൈസ് നിങ്ങൾ അടുത്തതും ഇതേപോലെ കോപ്പി ചെയ്യാം. അടുത്ത ഓർഡർ നിങ്ങൾ സെക്കൻഡ് ഓർഡർ ഉണ്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞു 24 മണിക്കൂറോ 24 മണിക്കൂറിന് ശേഷമോ ആണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയാവുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പം ഞാൻ എന്താ പറയുക ഡിഫറൻസ് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളതൊക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഓർഡർ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ നമ്മളെ ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം ഡേ 2 ആണ്. സോ ഞാനിവിടെ തൽക്കാലം ഡേറ്റ് അടിക്കുന്നില്ല, ഇപ്പം തന്നെ ആക്കിയല്ലേ. ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ് 1:33 ആണ്. 1:33. ഓക്കെ, 1:33 AM. അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ മേക്ക് ചെയ്ത് എപ്പോഴാണ് 1:26. അതാണ് ഞാൻ പറഞ്ഞല്ലോ 1:26, 1:33 വിച്ച് ഈസ് 5-6 മിനിറ്റിൻ്റെ ഗ്യാപ്പല്ലേ ഇവിടെ ഇപ്പോൾ വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുക നിങ്ങൾ ആ ടൈം ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടണം. അതായത് 24 മണിക്കൂർ ഗ്യാപ്പൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആബ്സലൂട്ട്ലി പ്രൊഡക്റ്റ് വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ കണ്ടോ ഓർഡർ നമ്പർ 23,258. ഓർഡർ നമ്പർ ശ്രദ്ധിക്കണേ, 23,258. ഇവിടെ കണ്ടോ ഓർഡർ നമ്പർ 23,259 വിച്ച് ഈസ് നമ്മൾ തന്നെയാണ് ലാസ്റ്റ് 2 ഓർഡറും ഫേക്ക് ആക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആൾക്ക് വേറെ ഓർഡർ വന്നിട്ടില്ല. ആൾ ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ആൾക്ക് വേറെ സെയിൽസ് വന്നിട്ടില്ല. നമ്മളെ ഫേക്ക് ഓർഡേഴ്സ് തന്നെയാണ് പോയിട്ടുള്ളത്. അത് നോർമലാണ്. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ 1:30-2 മണീൻ്റെ സമയമാണല്ലോ. അപ്പം ആൾക്ക് സെയിൽസ് കുറയുള്ള ചാൻസ് കുറവാണ്. അത് നോർമലാണ് മെറ്റാഡ്സിൻ്റെ കാര്യത്തിൽ. അപ്പം നിങ്ങൾ എന്താ പറയുക നാളത്തേക്കൊക്കെ ഈ സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നല്ല ഇൻക്രീസ് കാണാം. 23,259 എന്നുള്ളതൊക്കെ ചിലപ്പോൾ 23,280 അല്ലെ 23,300 അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്പർ കാണാൻ പറ്റും. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നിങ്ങൾക്ക് എന്താ പറയുക ഡിഫറൻസ്. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നാളെ രാത്രിയാണ് ഇത് ചെക്ക് ചെയ്യുക. 24 മണിക്കൂറാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കുക. അപ്പം നിങ്ങൾക്ക് 23,259 ചിലപ്പം
80 തരാം. 280 ഗസ് ചെയ്തത്. ഓക്കെ, 280 ഞാൻ ഗസ് ചെയ്ത്. നാളത്തേക്കുള്ളൊരു ഇത് 280 കൂടുണ്ടോ, കാരണം അത്രയും ഹെവി സ്കെയിലാണ് ചെയ്യുന്നത് ചെങ്ങായി. നല്ല ഓർഡേഴ്സ് വരേണ്ടതാണ് അത്രയും സ്കെയിൽ ചെയ്തിട്ട്. ഓക്കെ, 23,280 സോ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റത്തേൻ്റെ ഡിഫറൻസ് ഇവിടെ ഞാൻ തൽക്കാലം ഡിഫ് എന്ന് കൊടുക്കുന്ന ഡിഫറൻസിന്. ഇനി ഇവിടെ ഈ കോളത്തിൽ നിങ്ങൾ എന്താ എൻ്റർ ചെയ്യേണ്ടതെന്ന് അറിയാം. ശരിക്കും നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ 23,280 23,258 സോ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാൻ പോവാണ്. 23,280 മൈനസ് 23,252. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ 280 ഞാൻ ഗസ് ചെയ്തിട്ടാണ്. 280 പല നമ്പർ ആവാം, 500 ആവാം, കാര്യങ്ങളൊക്കെ ആവട്ടോ. നാളത്തെ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഓക്കെ, ഞാനിവിടെ ഡിഫറൻസ് ചെക്ക് ചെയ്ത സമയത്ത്, അതായത് ഇത് മൈനസ് ചെക്ക് ചെയ്ത സമയത്ത് 28 എനിക്ക് കിട്ടുന്ന നമ്പർ. ഈ 28 നമ്പർ കിട്ടുകയാണ്. നാളെ ഇതേ സമയത്താണ് ചെക്ക് ചെയ്ത് ഇതേ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 28 കിട്ടുക. ഓക്കെ, ദാറ്റ് മീൻസ് 28 ഓർഡേഴ്സാണ് ആൾക്ക് 24 മണിക്കൂറിനുള്ളിൽ വന്നത്. നമ്മൾ ആളെ സ്റ്റോർ റിയൽ ടൈമിൽ നമ്മൾ സ്പൈ ചെയ്യാണ്. ഓക്കെ, 28 ഓർഡേഴ്സാണ് ആൾക്ക് റിയൽ ആയിട്ട് 24 മണിക്കൂറിനുള്ളിൽ വന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഇതേപോലെ 10-15 ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് 10-15 ലിസ്റ്റ് ക്രിയേറ്റ് ഇതേപോലെ നിങ്ങൾ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ഇത്ര ടൈമിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ ഇത്ര ടൈമല്ല 24 മണിക്കൂർ അതിൻ്റെ ടൈം ഗ്യാപ്പിൽ നിങ്ങൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ ഒരുപാട് ഓർഡേഴ്സ്, ചിലത് എന്താ പറയുക 100 വരും, ചിലതിന് 100 വന്നേക്കാം ഗ്യാപ്പ്, അതായത് ഡിഫറൻസ് ഓർഡേഴ്സ് 100 ഓർഡേഴ്സ് വരാം, ചിലത് 300 ഓർഡേഴ്സ് ഇവിടെ വന്നേക്കാം, ചിലതിന് 2 ഓർഡേഴ്സ് വന്നേക്കാം. അങ്ങനെ പല ഡിഫറൻസ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഇനി പല ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് കിട്ടിയല്ലോ. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ട അറിയോ? ഇതേപോലെ ഒരു ഡേ അല്ല, ഇതിപ്പോൾ ഡേ 1 എടുത്തു, ഡേ 2ലാണ് നിങ്ങൾ എന്താ പറയുക ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡേ 3ലേക്കും നോക്കുക, ഡേ 3യും കവർ ചെയ്യുക, ഡേ 4ഉം കവർ ചെയ്യുക, ഡേ 5ഉം കവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രൊഡക്റ്റ് റിസർച്ച് നിങ്ങൾ എപ്പോഴാണോ ഇവിടെ ലിസ്റ്റ് 10-50 പ്രൊഡക്റ്റ് 100 പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് എൻഡ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ ഇത് മൊത്തം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. അത് മസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈം നിങ്ങൾ 100ാമത്തെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിന്നിംഗ് പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇവിടെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ. കാരണം ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടില്ലോ ഡിഫറൻസ്. ഡേ 1ൻ്റെ ഡിഫറൻസ് കിട്ടി, ഡേ 2ൻ്റെ ഡിഫറൻസ് കിട്ടി, ഡേ 3ൻ്റെ ഡിഫറൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളെ സ്റ്റോറിൽ എത്രത്തോളം സെയിൽസ് കിട്ടുന്നുള്ളത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഏതാണ് വിന്നിംഗ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ആൾക്ക് ഒരുപാട് സെയിൽസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വിന്നിംഗ് പ്രൊഡക്റ്റ് ആണല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ സ്ട്രാറ്റജി 1, സ്ട്രാറ്റജി 2, എക്സൽ ഡാറ്റ, എക്സ്ട്രാക്ഷൻ ഓഫ് ഡാറ്റ അതൊക്കെ നമ്മൾ കവർ ചെയ്തു. സോ ഈ എക്സ്ട്രാക്ഷൻ ഓഫ് ഡാറ്റ ആണ് കേട്ടോ നമ്മൾ അതിൽ കയറി സ്പൈ ചെയ്തിട്ട് നമ്മൾ എന്താ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് 24 ഹവേഴ്സിനുള്ളിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ഡാറ്റ. ഇനി അടുത്തതാണ് വിന്നിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വിന്നിംഗ് ലിസ്റ്റ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 50-100 പ്രൊഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. 4-5 ദിവസം കൊണ്ട് അത്രത്തോളം പ്രൊഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ആ ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഈ ഡാറ്റ സെറ്റും നിങ്ങൾ സെറ്റാക്കി, അതായത് ഡിഫറൻസ് ഡേ 1, ഡേ 2, ഡേ 3 എന്നൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡാറ്റ അറിയാം ഏതാണ് ഓർഡർ കൂടുതൽ ഏതാണ് ഓർഡർ കുറവെന്നൊക്കെ. ഇനി അതിനെ ബേസ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് 50ഓളം പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് ഇതേപോലെ ഈ 50ഓളം പ്രൊഡക്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് 20ലേക്ക് മാറ്റുക. ഒന്നെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ 50 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 100 പ്രൊഡക്റ്റ് നിങ്ങൾ ടോപ്പ് 20ലേക്ക് ആക്കി മാറ്റുക. ടോപ്പ് 20 പ്രൊഡക്റ്റ്. സോ ബാക്കി 30 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 80 പ്രൊഡക്റ്റ് നിങ്ങൾ വെട്ടിക്കുറയ്ക്കാം മെല്ലെ. ഇനി 100 പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് 50ലേക്ക് മാറ്റുക. ടോപ്പ് 50ൽ നിന്ന് കുറച്ച് മെല്ലെ കുറച്ച് വരിക. ഓക്കെ, നിങ്ങൾ ടോപ്പ് 20 ആക്കി മാറ്റല്ലോ. അതായത് പുതിയൊരു എക്സൽ ഫയലിലേക്ക് നിങ്ങൾ ഇത്രത്തോളം പ്രൊഡക്റ്റ് ടോപ്പ് 20ലേക്ക് മാറ്റി. അതായത് നിങ്ങൾ ഈ ഡിഫറൻസ് എന്താ പറയുക ഡാറ്റ സെറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ടോപ്പ് 20ലേക്ക് മാറ്റി. ടോപ്പ് 20ലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒരു എക്സൽ കൂടി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടിയിലേക്ക് പോവുക, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതായത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പ് 20ന്ന് നിങ്ങൾ ടോപ്പ് 10ലേക്ക് ആക്കി മാറ്റുക. അതായത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് സോർട്ട് ചെയ്ത് വരികയാണ്. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് സോർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സോർട്ട് ചെയ്ത് ടോപ്പ് 10ലേക്ക് എത്തി. സോ ടോപ്പ് 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യം ചെയ്യുക, ഡയറക്റ്റ് ടോപ്പ് 5 ടോപ്പ് 1 അങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോപ്പ് 10ലേക്ക് എത്തിയല്ലോ, ഇനി നമ്മൾ വേറെ ക്രൈറ്റീരിയ അതിൽ അപ്ലൈ ചെയ്യാണ്ട്. വേറെ ക്രൈറ്റീരിയ എന്താ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ വിന്നിംഗ് ലിസ്റ്റ് നമ്മൾ ടോപ്പ് 10ലേക്ക് എത്തിച്ചു. ഓക്കെ, ടോപ്പ് 10ലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതുള്ളത് കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം പ്രൊഡക്ട്സ് എടുത്തിട്ട് വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടി, പക്ഷേ ആ വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന വരില്ല. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യല്ലോ. സോ നിങ്ങൾ അത് ആഡ് വർക്കാവുള്ള നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനുള്ള ചാൻസ് പറയുന്നത് ഭയങ്കര ലെസ്സാണ്. നിങ്ങൾ മണി വേസ്റ്റ് ആവുന്നുള്ളൂ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതും നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ നേരത്തെ തോന്നതാ ആ ഒരു ഓർഡറിൻ്റെ ടാബിലേക്ക് വന്ന്, അതിൽ ഓർഡറിൻ്റെ ടാബല്ല നമ്മളെ ക്രോം ടാബിലേക്ക് വന്ന് ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നിങ്ങളെ പ്രൊഡക്റ്റ് ഇല്ലേ, ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു, പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ ഒരു സൈറ്റ് ഒന്ന് ഓപ്പൺ നോക്കാം. ഓക്കെ, ഫോം ക്ലീനർ. ഓക്കെ, വേണ്ട. ഓക്കെ, ഫോം ക്ലീനർ ആയെങ്കിലോ. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെറ്റാഡ്സ് ലൈബ്രറി ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ മെറ്റാഡ്സ് ലൈബ്രറിയിൽ നമുക്ക് നേരത്തെ അതേ ഇൻ്റർഫേസ് കിട്ടി. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഞാൻ ഓൾ ആഡ്സ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യണം എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ കീവേഡും കാര്യങ്ങളൊന്നുമല്ല. ഇനി നിങ്ങളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതായത് 10 പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ടോപ്പ് 10ലേക്ക് ആക്കി പ്രൊഡക്റ്റ് മാറ്റി. ഇനി 1 by 1 ആയിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക ഇവിടെ. അതായത് ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പേര്, രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ പേര്, മൂന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പേര്, അങ്ങനെ പറഞ്ഞ് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. സോ ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്ന ഫോം ക്ലീനറാണ്. സോ ഞാൻ ഇവിടെ ഫോം ക്ലീനറാണ് ഇവിടെ ഇപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കോമ്പറ്റീറ്റീവ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ അത് സെർച്ച് ചെയ്യുന്നത്. സോ ഇത് മൾട്ടിപ്പിൾ കീവേഡ് ട്രൈ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾ കീവേഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്യൂം ക്ലീനർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ വാക്യൂം ക്ലീനർ, പെറ്റ്സ് വാക്യൂം ക്ലീനർ, ഹോം വാക്യൂം ക്ലീനർ, അങ്ങനെ മൾട്ടിപ്പിൾ പേര് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കാർ വാക്യൂം അങ്ങനെ പറഞ്ഞിട്ട്. സോ മൾട്ടിപ്പിൾ കീവേഡ് ട്രൈ ചെയ്യാം. ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ കീവേഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സോ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഫോം ക്ലീനർ മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. ക്ലീനർ. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ ടാബൊന്നും വേണ്ട, നമുക്കത് ക്ലോസ് ചെയ്തോളാം. ഓക്കെ, ഫോം ക്ലീനർ പറഞ്ഞ സമയത്ത് അവിടെ 13,000 റിസൾട്ട് വന്ന്. ഈ ഫോം ക്ലീനറിൽ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും. അതായത് ഒരുപാട് ഫോം ക്ലീനർ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോം ക്ലീനർ കേട്ടോ, ഷൂ ക്ലീൻ ആക്കുന്ന ഫോം ക്ലീനർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കീവേഡും കൂടി സെർച്ച് ചെയ്യുക. ഇതിപ്പോൾ ഏതാ, കിച്ചൺ ആണോ? കമോൺ, ഇവിടെ അത്രയും ടൈമോ? ഐസ് വെരി ലാഗ്. ഓക്കെ, ഇതും ഒരു ഫോമാണ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഫോം കണ്ടുപിടിക്കുക. നിങ്ങളെ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഇവിടുന്നാണ് കോമ്പറ്റീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും 13,000 റിസൾട്ട് എന്നുള്ളത് വിച്ച് ഇസ് ലോ ആണ്. സോ നിങ്ങൾക്ക് 48 ആഡ്സ് കണ്ടോ, ക്രേസി 40. ഓക്കെ, ആളെ പേരും ക്രേസിയാണ്. ഓക്കെ, 48 ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കീവേഡ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര ആൾക്കാർ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി സ്പെസിഫിക് കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഡ്സും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫോം ക്ലീനർ പറഞ്ഞതിനെ കൊണ്ട് ബ്രോഡായി. ഫോം ക്ലീനർ എന്തും ആവാം, ഷൂ ക്ലീനിങ് ആവാം, കിച്ചൺ ക്ലീനിങ് ആവാം, ബാത്റൂം ക്ലീനിങ്, അങ്ങനെ പറഞ്ഞാൽ എന്തും ആവാമല്ലോ. ഇനിയിപ്പം എന്താ പറയുക, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഫോമാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നെങ്കിൽ ഞാനിവിടെ കിച്ചൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ബേസ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ വരുന്ന മൊത്തം പ്രൊഡക്റ്റും എന്താ, ഒരു 90 ഞാൻ അവിടെ കണ്ടോണെന്ന് തോന്നുന്നു. ഓക്കെ, 90 ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ആൾ റൺ ചെയ്യുന്നത്. സോ അപ്പം ഇവിടെ ഇൻ്റർഫേസിൽ വരുന്നതൊക്കെ എനിക്ക് എന്തായി, ഇതായി മാറി. ആ ഒരു റിലേറ്റഡ് കാറ്റഗറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ് മാറി, അതായത് കോമ്പറ്റീറ്റേഴ്സ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ രീതിയിൽ കോമ്പറ്റീഷൻ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വേറൊരു ഓപ്ഷനിലാണ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അഡ്വർടൈസസ് ഉണ്ടോ, ഈ അഡ്വർടൈസസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം കണ്ടോ. ഇതൊക്കെ ഈ ആൾക്കാർ റൺ ചെയ്യുന്നതാണ്. ഇത്രത്തോളം ആൾക്കാരാണ് ഈ ഫോം എന്ന് പറഞ്ഞ സംഭവം ട്രൈ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഇവിടെ ഞാൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് ഈ ബ്രോഡായിട്ട് ഞാൻ ഫോം സെർച്ച് ചെയ്ത സമയത്ത് ഇത്രത്തോളം ആൾക്കാരാണ് ഇവിടെ ആക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന് കണ്ടുപിടിച്ചു. അപ്പം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ്, അതായത് മിനിമം 6 ഞാൻ പറഞ്ഞത്, മിനിമം 6 or 5 അതിൽ കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഒഴിവാക്കുക. ആ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും ഹാർഡായിരിക്കും അത് എന്താ പറയുക ബിഗിനിങ് സ്റ്റേജിൽ വിന്നിങ് ആക്കി മാറ്റാൻ. അപ്പം നിങ്ങൾ 6 or 5 അതിൽ അണ്ടറിലാണ് നിങ്ങൾക്ക് എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത്. ചിലപ്പോൾ 2 പേരാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിന്നിങ് കിട്ടും. അങ്ങനെയാണ് ഒന്ന് വരുന്നത്. അതായത് നിങ്ങളെ മെറ്റാഡ്സ് തന്നെ നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുപിടിക്കുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ എന്താ വെച്ചാൽ നമുക്കൊരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആഡ് കാണുകയാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒരു ആഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആദ്യം തന്നെ അത് ആമസോണിൽ പോയി ചെക്ക് ചെയ്യും. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. സോ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എന്താ പറയുക ആമസോണിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ നോക്കണം. നമ്മൾ എപ്പോഴും എടുക്കുന്ന പ്രൊഡക്റ്റ് യുണീക്ക് എന്നുള്ളത് പറയുന്നത് ഇതുകൊണ്ടാട്ടോ. വേറെ ഏതെങ്കിലും സൈറ്റിൽ പെട്ടെന്ന് എന്താ പറയുക കസ്റ്റമേഴ്സിന് കണ്ടുപിടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ തൽക്കാലം ആമസോൺ കാണിച്ചു തരാം. ആമസോൺ എടുക്കുന്നു, amazon.in. എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക. സോ ഞാനിപ്പോൾ ആ ഫോം ക്ലീനർ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ബ്രോഡ് നെയിം ആണ് കേട്ടോ. സോ നിങ്ങൾ ആ സ്പെസിഫിക് പേര് ഇവിടെ സെർച്ച് ചെയ്യാൻ നോക്കുക, ഫോം ക്ലീനർ. ഓക്കെ, ഫോം ക്ലീനർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്.
നിങ്ങൾ ഇതേപോലെ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പെസിഫിക് പേര് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റത്തെ പേജില്ലേ, ആമസോണിൻ്റെ ഫസ്റ്റത്തെ പേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു 6-7 കൂടുതൽ ആഡ്സ്, അതായത് 6-7 കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ ഒരു പേജിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ഹോം പേജിൽ വരുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഈവൻ ദോ നിങ്ങൾക്ക് സെയിൽസ് കിട്ടിയെന്ന് വരാം, പക്ഷേ അവിടെ നോക്കേണ്ട ഇതെന്താ വെച്ചാൽ 10 പേര് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഈ ഫോം ക്ലീനർ 10 പേര് നിങ്ങളെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് അതിൽ ചിലപ്പം 5-6 പേര് ചിലപ്പം ഇൻസ്റ്റൻ്റ്ലി ആമസോണിൽ പോയി നോക്കും. നിങ്ങൾക്ക് ഓർഡർ തന്നു, ഓക്കെ ഓർഡർ തന്ന്, കാരണം ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് എന്താ പറയുക, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അപ്പം ആൾക്കാർക്ക് ഡോർ സ്റ്റെപ്പ് ഒന്നും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം 10 കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്ത് അവർ ഇൻസ്റ്റൻ്റ്ലി ചിലപ്പം ആമസോണിൽ വന്ന് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ നോക്കുന്നു, ആമസോണിൽ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആമസോണിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഡെലിവറിയോ അങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പം അവരെന്ത് ചെയ്യും, ഇവിടുന്ന് അത് ചൂസ് ചെയ്തിട്ട് ഡെലിവറി അത് കൊടുക്കുന്നു, ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾക്കും ഓർഡർ കൊടുത്തു, ആമസോണിലും ഓർഡർ കൊടുത്തു. ഏതാണ് കസ്റ്റമർ ട്രസ്റ്റ് ചെയ്യുക, ആമസോൺ ആണ്. അപ്പം ആമസോണിനെ അവർ ഓർഡർ റിസീവ് ചെയ്യൂ. നിങ്ങളെ ഓർഡർ ഡോർ സ്റ്റെപ്പിൽ എത്തുന്ന സമയത്ത് അവർ വേണ്ടാന്ന് പറയും, എന്തെങ്കിലും കാരണം പറയും, അത് മോൻ അറിയാണ്ടായി പോയതാണ്, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ആമസോണിൽ പ്രൊഡക്റ്റ് കിട്ടി, ഞാൻ അറിയാണ്ട് മിസ്റ്റേക്കിലി എന്താ പറയുക ഓർഡർ ചെയ്തു വേണം, എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും റിജക്റ്റ് ചെയ്യാനുള്ള. സോ അങ്ങനെയാണ് നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യുക. സോ അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. അത് ലാസ്റ്റത്തെ ഫണലാണ്. നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിനെ ചെക്ക് ചെയ്തു, ആമസോണും ചെക്ക് ചെയ്തു, അതൊക്കെ കണ്ടുപിടിച്ചല്ലോ. സോ വിന്നിംഗ് പ്രൊഡക്റ്റ്, ഈ വിന്നിംഗ് പ്രൊഡക്റ്റിൽ നിങ്ങൾ എന്താ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ആ ടോപ്പ് 10 പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അതിൽ നിങ്ങൾ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡാറ്റാസും കൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ടോപ്പ് 10 പ്രൊഡക്ട്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോപ്പ് 5 ആക്കി മാറ്റുക. 10 എന്നുള്ളത് 5 ആക്കി മാറ്റി ചുരുക്കി. അതായത് നിങ്ങൾ 50 നിന്നാണ് കേട്ടോ വന്നത്, 50, 100 അതിൻ്റെ ഇതിൽ നിന്നാണ് നിങ്ങൾ കുറഞ്ഞ് ടോപ്പ് 5 എത്തിയത്. സോ ഈ ടോപ്പ് 5 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടി ചുരുക്കാനില്ല, അത് നിങ്ങൾ നോക്കണ്ടേ. ടോപ്പ് 5 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ അത് ക്രമത്തിലാക്കുക. അതായത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ആ ഡാറ്റാ സെറ്റൊക്കെ വാല്യുവേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ചിലപ്പോൾ 4ാമത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി തോന്നുന്ന പ്രൊഡക്റ്റ് ഈ ഡാറ്റാ സെറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത്. അതേപോലെ 2ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൊഡക്റ്റ് ആയി നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 4ാമത്തെ നമ്പർ എന്നുള്ളത് എക്സൽ ഫയൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പം ഇവിടെ വേറെ എന്തെങ്കിലും എന്താ പറയുക ടൈപ്പ് ചെയ്യാം. ഇപ്പം 2 ഞാൻ ടൈപ്പ് ചെയ്ത്, ഇവിടെ വേറെ ഒന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത്, ഇനി ഞാൻ ഇവിടെ വേറെ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ 5 ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഞാൻ അപ്പോൾ പറഞ്ഞ സംഭവം ഇപ്പം 5 ഞാൻ ക്രമത്തിൽ ഇതാക്കി. ഇനി 4ാമത്തെ പ്രൊഡക്റ്റാണ് എനിക്ക് ഡാറ്റാ സെറ്റ്, ഇവിടുത്തെ ഡാറ്റാ സെറ്റ് ഓക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വെച്ചാൽ ഈ 4ാമത്തെ നമ്പർ എന്ത് ചെയ്യും, 1ാമത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, 1ാമത്തെ, അതായത് നമ്മൾ ക്രമത്തിലാക്കുന്നത് വെട്ടി കുറച്ച് ഈ ടോപ്പ് 5 നമ്മൾ ക്രമത്തിലേക്ക് ആക്കുകയാണ്. ഇനി 5ാമത്തെ പ്രൊഡക്റ്റാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അടുത്തത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ 2ാമത്തെ സെക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് 1, 2, 3 പറഞ്ഞ ക്രമത്തിലെത്തി. സോ അതേപോലെ നിങ്ങൾ ഈ 5 ക്രമത്തിലാക്കുക. ഓക്കെ, 5 നിങ്ങൾ ക്രമത്തിലാക്കി. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് ലോഞ്ച് ചെയ്തിട്ട് അതിൽ നിങ്ങൾ യൂസ് ചെയ്ത് അതായത് ഇവിടെ കൊടുത്ത 1ാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഒരേ സമയം ട്രൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പ്രൊഡക്റ്റ് ഒറ്റ സമയം ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 1ാമത്തെ പ്രൊഡക്റ്റ് വർക്കായില്ലേ, വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2ാമത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിനാണ് നമ്മൾ ക്രമത്തിലാക്കി. 1ാമത്തെ പ്രൊഡക്റ്റ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമത്തെ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം, ഈസി, കാരണം നിങ്ങൾ ഓൾറെഡി സോർട്ട് ഔട്ട് ചെയ്ത് ക്രമത്തിലാക്കി വെച്ച്. 2ാമത്തെ പ്രൊഡക്റ്റ് ട്രൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. 3ാമത്തെ ട്രൈ ആയിരുന്നെങ്കിൽ 4ാമത്തെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഹൈ ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ളതും കൂടി ഇവിടെ സെറ്റാക്കി വെച്ച്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെയാണ് വിന്നിംഗ് പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഇതിലേക്ക് ഇനി മറ്റേ കാര്യങ്ങളൊക്കെ പ്രോബ്ലം സോൾവിങ്ങും വൗ ഫാക്ടറും കാര്യങ്ങളും കൂടി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു മെത്തേഡ് ഞാൻ ആരെടുത്തും കണ്ടില്ല കേട്ടോ. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ് റിവീൽ ചെയ്യുന്നത് യൂട്യൂബിൽ റിവീൽ ചെയ്യുന്നത് ആരെടുത്തും ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും വെറൈറ്റി ഉള്ളത്. സോ ഈ ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെയിൽസൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പം എടുത്ത പ്രൊഡക്റ്റും എനിക്ക് വിന്നിംഗ് പ്രൊഡക്റ്റാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള പ്രത്യേകത. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്താ പറയുക ഇതേ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടും. സോ അത്രയേ ഉള്ളൂ. ഇതേപോലെ ഇനിയും വീഡിയോസ് വരാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ സെറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് മോഡിഫൈ അൽഗോരിതം നമുക്ക് അൽഗോരിതം നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്തോളാം, മോഡിഫൈ ചെയ്തോളാം. ഓക്കെ, അപ്പം ഇത്രയുള്ള നമ്മളെ പ്രൊഡക്റ്റ് സെർച്ച് നമുക്ക് ഒന്നുകൂടി ഫണലിലേക്ക് നമുക്ക് കയറാം. ഒന്നുകൂടി ഞാൻ ഒന്ന് റിവൈൻഡ് തരാം.
ടൂൾ ആൻഡ് സ്ട്രാറ്റജി 1 അതിൽ നമ്മൾ മെറ്റാഡ്സ് യൂസ് ചെയ്തു അഡ്വർടൈസ്മെൻറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ഒരുപാട് ഫിൽറ്റേഴ്സ് ട്രൈ ചെയ്തു. ഇനി ടൂൾ ആൻഡ് സ്ട്രാറ്റജി 2 അതിൽ നമ്മൾ മറ്റേ എന്താ പറയുക ആഡ് സ്പാരോ ട്രൈ ചെയ്തു. ആഡ് സ്പാരോ വെച്ചിട്ട് അതിൽ നമ്മൾ ഫിൽറ്റർ ചെയ്തു. ഇനി എക്സൽ ഡാറ്റ പറയുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ നെയിം, പ്രൊഡക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഈ എക്സ്ട്രാക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് അത് എക്സൽ ഡാറ്റയിൽ നമ്മൾ 50-100ഓളം പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്തു. എക്സ്ട്രാക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇതിലേക്ക് എക്സലിലേക്ക് കൊടുക്കുന്ന ഡാറ്റാസൊക്കെ നമ്മൾ എന്താ പറയുക അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഫേക്ക് ഓർഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നു ആൻഡ് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ചെയ്യുന്നു. ഇനി വിന്നിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി എക്സൽ ഫയലിൽ 50-100ഓളം പ്രൊഡക്ട്സ് ഉണ്ടാക്കി. ആ വിന്നിംഗ് ലിസ്റ്റ് നിങ്ങൾ കുറച്ച് ടോപ്പ് 50, ടോപ്പ് 20, ടോപ്പ് 10 ആക്കി മാറ്റുന്നു. ഇനി കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾ ആമസോണിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുന്നു, അതേപോലെ മെറ്റാഡ്സിലും പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഫിൽറ്റർ ചെയ്തിട്ട് കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ടോ എന്നുള്ളത്. ഇനി വിന്നിംഗ് ലിസ്റ്റ് നിങ്ങൾ ടോപ്പ് 5ലേക്ക് ആക്കി മാറ്റി. ഈ ടോപ്പ് 5 നിങ്ങൾ ആ ക്രമത്തിലാക്കി മാറ്റി. ഈ ക്രമത്തിലാക്കി മാറ്റിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണ് വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടിരിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ബൈ.